അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഹ ഉൽ അമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കൂ. അന്നമാലഹു അഖ്ലദ മുഖ്ലിസീന ലഹുദ്ദീൻ വലഹുൽ ഹംദ്. ഈ 3 ഉദാഹരണത്തിൽ ഞാൻ എവിടെയാണ് ഹ ഉൽ അമീറിനെ നീട്ടിയോതിയത്? അതെ, അന്നമാലഹു അഖ്ലദ. 2. ബാഇനെ മീമിൽ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കൂ. ഇദ്ഹബ് ബി കിതാബി ഫമാ റബിഹത് തിജാറത്തുഹും ഇർകം മഅനാ. ഏതാണ് ശരിയായത്? അതെ, ഇർകം മഅനാ. 3. റായിനെ തർക്കിക് ചെയ്ത് ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ്. അൻ അൻസിർ ഖൗമക ഖുർആനൻ അറബിയ്യ വഅർസൽനാ ഇലൈഹിം. ശരിയുത്തരം അൻ അൻസിർ ഖൗമക. 4. കുഷിത്വത്ത് എന്നതിലുള്ള ഷംസിയായ ഹർഫുകൾ. ഓപ്ഷൻസ് നോക്കൂ. 1, 2, 3. ശരിയുത്തരം 3. 5. അലിഫിനെ തഫ്ഖീം ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്. യുക്കാദൂന, യുക്കാലു, യുനാദൗന. ശരിയുത്തരം യുക്കാലു. 6. റായിനെ തർക്കിക് ചെയ്ത് ഓതണം. ഓപ്ഷൻസ്. ഫത്ഹയുള്ളപ്പോൾ, വമ്മയുള്ളപ്പോൾ, കസ്റയുള്ളപ്പോൾ. ശരിയുത്തരം കസ്റയുള്ളപ്പോൾ. ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത്തെ പ്രവർത്തനം, ചേറും പഠിച്ചെടുക്കുക. 1. ഹ ഉൽ അമീറിനെ നീട്ടാതെ ഓതി. 2. സാലിനെ ലായിൽ ഇദ്ഗാം ചെയ്തു. 3. ഹ ഉൽ അമീറിനെ നീട്ടി ഓതി. 4. റായിനെ തർക്കിക് ചെയ്ത് ഓതി. 5. ഖാഫിനെ കാഫിൽ ഇദ്ഗാം ചെയ്തു. ഇപ്പുറത്ത് നോക്കൂ. യേ യുഅദ്ദിഹി ഇലൈക. ബി അൽ മസീർ. സി ളലംതും. ഡി അലം നഖ്ലുക്കും. ഇ ലഹുൽ മുൽക്ക്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. ഒന്നാമത്തത്, ഹ ഉൽ അമീറിനെ നീട്ടാതെ ഓതി. ശരിയുത്തരം ഇ ലഹുൽ മുൽക്ക്. 2. സാലിനെ വായിൽ ഇദ്ഗാം ചെയ്തു. ശരിയുത്തരം സി ളലംതും. 3. ഹ ഉൽ അമീറിനെ നീട്ടി ഓതി. ശരിയുത്തരം എ യുഅദ്ദിഹി ഇലൈക. 4. റായിനെ തർക്കിക് ചെയ്ത് ഓതി. ശരിയുത്തരം ബി അൽ മസീർ. 5. ഖാഫിനെ കാഫിൽ ഇദ്ഗാം ചെയ്തു. ശരിയുത്തരം ഡി അലം നഖ്ലുക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്നാമത്തെ പ്രവർത്തനം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. റുഫിഅത്ത് എന്നതിൽ ഡാഷ് എന്നിവ ഖമരിയായ അക്ഷരങ്ങളാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫ, ഐൻ. റുഫിഅത്ത് എന്നതിൽ ഫ, ഐൻ എന്നിവ ഖമരിയായ അക്ഷരങ്ങളാണ്. 2. അഹൂഹും എന്നതിലെ വാവിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തഫ്ഖീം. അഹൂഹും എന്നതിലെ വാവിനെ തഫ്ഖീം ചെയ്ത് ഓതണം. 3. ബിഅബ്ദിഹി ലൈല എന്നതിലെ ഹായിനെ ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നീട്ടി. ബിഅബ്ദിഹി ലൈല എന്നതിലെ ഹായിനെ നീട്ടി ഓതണം. 4. ഇദ്ഹബ് ബി കിതാബി എന്നതിൽ ഡാഷിനെ ഇദ്ഗാം ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബാഇനെ.
ഇദ്ഹബ് കിതാബി എന്നതിൽ ബാഇനെ ഇദ്ഗാം ചെയ്യണം. 5. യുരീദുള്ള എന്നതിലെ റായിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തർക്കീക്ക്. യുരീദുള്ള എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. 6. റായിനെ ഡാഷ് സന്ദർഭങ്ങളിൽ തഫ്ഹീം ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 5. റായിനെ 5 സന്ദർഭങ്ങളിൽ തഫ്ഹീം ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4ാമത്തെ പ്രവർത്തനം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. ഷംസിയായ ഹർഫുകൾ എത്ര? ഉത്തരം 14. 2. ബാ, താ, സാ. ഇതിൽ ഖമറിയായ അക്ഷരമേത്? ഉത്തരം ബാ. താ, സാ ഒക്കെ ഷംസിയായ അക്ഷരങ്ങളാണ്. 3. ഹ ഉൽ ലമീറിന് ശേഷം സുക്കൂൻ ഉണ്ടെങ്കിൽ ഹ ഉൽ ലമീറിനെ എങ്ങനെ ഓതണം? ഉത്തരം നീട്ടാതെ ഓതണം. 4. മുസ്ഹഫിൽ ഹ ഉൽ ലമീറിനെ നീട്ടാൻ കൊടുക്കുന്ന യാ ഉ സഗീറയുടെ രൂപമേത്? ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് യാ ഉ സഗീറയുടെ രൂപം. കൂട്ടുകാർ ശ്രദ്ധിക്കുക. 5. കാഫ്, ലാം, മീം. ഇതിൽ ഷംസിയായ അക്ഷരമേത്? ഉത്തരം ലാം. ബാക്കിയുള്ളതൊക്കെ ഖമറിയായ അക്ഷരങ്ങളാണ്. 6. റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര? ഉത്തരം 4. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. ഖൈർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണമെന്ത്? ഉത്തരം ഖൈർ എന്നതിൽ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നതിനാൽ. 2. ഖമറിയായ അക്ഷരങ്ങളിൽ 8 എണ്ണം എഴുതുക. ഉത്തരം അലിഫ്, ജീം, ഖാ, റൈൻ, ഖാഫ്, മീം, ഹ, ബാ. 3. അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യണം. എപ്പോൾ? ഉത്തരം തഫ്ഹീമിൻ്റെ ഹർഫുകളെ നീട്ടാനായി അലിഫും വാവും വരുമ്പോൾ. 4. അസ്റാ ബിഅബ്ദിഹി ലൈല എന്നതിലെ ഹ ഉൽ ലമീറിനെ നീട്ടി ഓതണം. കാരണമെന്ത്? ഉത്തരം ഹ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുള്ളതിനാൽ. 5. മുത്തമാസിലാനി അല്ലെങ്കിൽ മുത്തമാസിലൈനി അക്ഷരങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം മഖ്റജിലും സിഫത്തിലും ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്കാണ് മുത്തമാസിലൈനി എന്ന് പറയുന്നത്. 6. സിഹിർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിനു മുമ്പുള്ളത് കസറും ആയതിനാൽ. 7. ഷംസിയായ അക്ഷരങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം ഷീൻ ഉൾപ്പെടെ 14 അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ്ലാം വന്നാൽ വെളിവാക്കാതെ ഓതണം. ഈ അക്ഷരങ്ങൾക്കാണ് ഷംസിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6ാമത്തെ പ്രവർത്തനം. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. ഹ ഉൽ ലമീർ. ഹ ഉൽ ലമീറുകളുടെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. ഇവയെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടണം. ഈ ഹാവുകൾക്ക് ശേഷം മുസ്ഹഫുകളിൽ യാ ഉ സഗീറ, വാവു സഗീറ എന്നീ ചിഹ്നങ്ങൾ കൊടുത്തതായി കാണാം. ഈ വിധത്തിൽ ഹ ഉൽ ലമീറിന് ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അവിടെ മദ്ദുൽ മുൻഫസിൽ വരുന്നതാണ്. അപ്പോൾ മദ്ദുൽ മുൻഫസിലിൻ്റെ വിധി ഇവിടെയും ബാധകമാണ്. ഹ ഉൽ ലമീറുകൾക്ക് മുമ്പോ ശേഷമോ സുക്കൂനുള്ള അക്ഷരമായാൽ അവയെ നീട്ടാതെയാണ് ഓതേണ്ടത്. കുറിപ്പെഴുതുക എന്നതിൽ 2ാമത്തേത് ഇദ്ഗാം. അപ്പം നോക്കൂ, സാക്കിനായ ഒരു അക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തിൽ ഉൾപ്പെടുത്തി ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. മഖ്റജിലും സിഫത്തിലും ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് മുത്തമാസിലൈനി എന്ന് പറയുന്നു. മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുതജാനിസൈനി എന്നും, മഖ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്തതിന് മുതഖാരിബൈനി എന്നും പറയുന്നു. എന്നാൽ മുത്തമാസിലൈനിയിൽ ആദ്യത്തേത് മദ്ദക്ഷരമാവുകയോ മുതജാനിസൈനിയിൽ ഹൽക്കിൻ്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം പാടില്ല. മുത്തമാസിലൈനിയിൽ ആദ്യത്തെ അക്ഷരം ഹ സക്തായാൽ ഇദ്ഗാം വാജിബില്ല, ജായിസാണ്. മുതഖാരിബൈനിയിൽ ഖാഫിനെ കാഫിലും ലാമിനെ റായിലും മാത്രമേ നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാം ആസിം റഹിമഹുല്ലാ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും
കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.